खाईंजा निवेगी हम खांगा इन बच्चा आ कोले ना बच्चा मम्मू खांगा हम खांगा ये आ कोले यम टेस्टी टेस्टी अच्छा है न्यू न्यू अच्छा है टेस्टी वाव बोले वाव एक बोले वाव बोले आदे ये गुड बाय यो 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 ऐसे बोले यो 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 हाय बोले how are you nhau 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 chút cả tổ how are you बोले how are you बोले how are you बोले how are you बोल रहे हैं मंडा नको पिंग मम्मा को देंगे ती प्लीज प्लीज मम्मा को देंगा देंगा गुड बाय मम्मा को पिंजूगा पिंजूगा मम्मा को पिंजूगा पिंजो 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 is busy guys पिंजो hi पिंजो hi पिंजो no दे पिंजो पिंजू 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 मम्मा मम्मा पिंजू मम्मा का पिंजू मम्मा का पिंजू का है Humpty Dumpty Humpty Dumpty enggak Humpty Dumpty sat on a wall. Oh my god, oh my god, oh my god. Yeah. बेड को खा हड को खाना नहीं, बेड को खा बच्चा. ओके गुड बाय. खड़ को खाना नहीं क्या, बेड को खाना क्या. ओके ऐसे करे ओके ऐसा ओके ओके गाइस बोले ओके गाइस ओके गाइस बोले नो बाय हाँ वेंडा बाय वेंडा ओके 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 Humpty Dumpty anakku sorry jamu Humpty Dumpty sat on a wall. Yeah. Ping 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 ping. मम्मा बिठाई टिश्कू टिश्कू मरी टिश्कू ऐसे ऐसे पकड़े ऐसे ऐसा ऐसा
ടിഷ്കും 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 കിടക്കും ടിഷ്കും 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 നെയ് ഓക്കെ വി ആർ അഫ്രൈഡ് ഓഫ് ദാറ്റ് ഗൈസ് ഇതാണ് വേണ്ടത് എന്നാ അതൊരു അതാ പോയി ഗയാ എടുത്തത് അബദ്ധമായി. ഒരു സ്പൂൺ തന്നെ മതിയായിരുന്നു. ഇനിയിപ്പോൾ 2 സ്പൂണും വേണമെന്നാണ് പറയുന്നത്. അല്ല സോറി ഗൈസ്. അതോ ഞങ്ങളുടെ രാവിലത്തെ മോർണിംഗ് ടൈമായിട്ടത്. രാവിലെ കുറച്ച് നേരം ദീദി പെണ്ണുങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ചൊവ്വ അവനെ ഫുഡ് കഴിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കഴിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിയുള്ളൂ. എന്താല്ലേ ഓരോരോ ഉമ്മമാരുടെ ഓരോ കഷ്ടപ്പാടുകൾ മക്കളെ ഫുഡ് കഴിപ്പിക്കാൻ. പക്ഷെ ഇപ്പോഴത്തെ പാരൻസ് നോർമലി അവരെല്ലാവരും ഈ ഒട്ടുമിക്ക പാരൻസും ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കഴിപ്പിക്കാറ്. നമ്മളിവിടെ ഫോൺ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഫോണ് കാണുമായിരുന്നു, ഇവൻ കാണില്ല. വലിയ ആള് ഫസ്റ്റത്തെ മോള് ആലിയ കുട്ടിക്ക് ഫോണൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ. ഈ പ്രായത്തിലൊക്കെ, ഈ പ്രായത്തിലല്ല, ഒരു 1-2 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ വരെ. പിന്നെ എൻ്റെ ഫാദർ, എൻ്റെ അബ്ബ എന്നെ ചീത്ത പറഞ്ഞ് അടി കിട്ടിയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ, നിർത്തി. എപ്പോൾ നോക്കിയാലും ഫോണാണ്, കുട്ടീൻ്റെ കണ്ണ് കേട് വരും, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ലാസ്റ്റ് അടി കിട്ടുന്ന കണ്ടപ്പോഴേക്കും ഞാൻ നിർത്തി. ഇപ്പം അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഇവന് പൊതുവെ ഫോണിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇവന് ഫോൺ വെച്ച് കൊടുത്താലും ഒരു 2-3 സെക്കൻഡ് ഇരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് ഓടും. ഞങ്ങൾ ഫുൾ എന്താ പറയുക, ചാടിക്കളിക്കുക, കുത്തി മറയുക, അങ്ങനെയൊക്കെ ടൈപ്പാണ് ഞങ്ങളങ്ങനെ ഫോണിൻ്റെ മുന്നിൽ തളച്ചിടാനൊന്നും പറ്റില്ല, കെട്ടിടാനൊന്നും പറ്റില്ല. ഞാനും വെച്ചു കൊടുക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം നല്ലതല്ലല്ലോ, കുട്ടികൾക്ക് നല്ലതല്ലല്ലോ ഫോൺ യൂസ് ചെയ്യണത്. പിന്നെ അല്ലാതെ അവർ ഓരോന്നും ചെയ്യുമ്പോൾ അത് അവരുടെ ഹെൽത്ത് വൈസ് നല്ലതല്ലേ. ഹെൽത്ത് വൈസ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, ബ്രെയിൻ വൈസും ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലേ നല്ലത്. ട്രാവൽ ചെയ്യുമ്പോൾ പോലും വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ തീരെ സമ്മതിക്കില്ല. ട്രാവൽ ചെയ്യുമ്പോൾ അബ്ബ ബുക്സ് പോലും വായിക്കാൻ സമ്മതിക്കില്ല. കണ്ണിന് കേടാണ്, നമ്മൾ ഷെയ്ക്ക് ചെയ്തും കൊണ്ടല്ലേ ഉണ്ടാവുക വണ്ടി എപ്പോഴും. അപ്പോൾ നമ്മുടെ കണ്ണിന് കോൺസെൻട്രേഷൻ കിട്ടൂല എന്നൊക്കെ പറയാം. അങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ ഫോൺ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ പനിയൊക്കെ മാറിയിട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ ഏകദേശം 2 ആഴ്ചയോളം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിക്കൽ ലീവിലായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ കുറേയൊക്കെ സെറ്റായി. എന്നാലും ചെറിയ ചെറിയ വാശികൾ കാര്യങ്ങൾ. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ പനിയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്തും കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ചെറിയ രീതിയിലൊരു പാമ്പറിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. സ്റ്റിൽ ഹി ഈസ് ഫൈൻ നൗ. ഹി ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഫുഡിങ്ങിൻ്റെ കാര്യമാണ് ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും പ്രശ്നം. ഞങ്ങൾക്ക് ഫുഡ് കണ്ടാൽ നോ എന്നാ പറയാം. രാവിലെ ഒരു യുദ്ധമാണ് ഫ്രണ്ട്സ്. രാവിലത്തെ യുദ്ധം കഴിഞ്ഞ് 2 പെൺകുട്ടികളെയും പറഞ്ഞയക്കുമ്പോഴേക്കും ഞാനൊരു വഴിക്കാവും. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴയല്ലേ, നല്ല തണുപ്പാണ്. ഇത് നല്ല മഴയത്ത് നല്ല തണുപ്പ്, മഴ പെയ്ത് നല്ല തണുപ്പിൽ നിൽക്കുമല്ലോ. ഇപ്പോൾ മഴയില്ല,
സ്റ്റിൽ നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത് നിൽക്കല്ലേ. അതിൽ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇവിടെ എ സിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. എ സി ഇല്ല കേട്ടോ, പിന്നെ എ സിൻ്റെ ആവശ്യമേ ഇല്ല ഇവിടെ. ഇവിടെ നല്ല തണുപ്പാണ്. ചുറ്റും മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ എണീക്കാൻ തോന്നൂല, അതാണ് പ്രശ്നം. ഒരു 6 മണിയായി തുടങ്ങും, ഒരു 5 മിനിറ്റ്. നോർമലി ഇവൻ്റെ പപ്പ, ആലിമിൻ്റെ പപ്പ രാവിലെ 4 മണിക്ക് പോകും വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കും. കാരണം 9 മണിക്ക് 9-9:15 ആകുമ്പോഴല്ലേ വണ്ടി വരുള്ളൂ. അപ്പോഴേക്കും അല്ലേ എന്നതിൽ അങ്ങനെ കുറച്ച് നേരം കിടക്കും. പിന്നെ കിടന്നാൽ പിന്നെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അങ്ങോട്ട് എണീക്കും വേഗം. എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി അവരൊക്കെ പറഞ്ഞയച്ച് നമുക്ക് കഴിയുമ്പോഴേക്കും അവരെ മുടി കെട്ടൽ, യൂണിഫോം ഇട്ട് കൊടുക്കൽ, സോക്സ് ഇടൽ, ഷൂകളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റിലാക്സായിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ എണീക്കുക. ഞങ്ങൾ എണീറ്റ് വന്ന് ഓടി വരും, ഉമ്മാന്ന് വേണ്ടി ഓടി വരും. ഓടി വന്നൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ പാസ്സാക്കി പിന്നെ ആദ്യം അവനെ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സെറ്റാക്കും, ഇരുത്തും. ടി വിൻ്റെ മുമ്പിലും അധികം ഇരിക്കില്ല അവൻ, അതാണ് മെയിൻ പ്രശ്നം. ടി വി കാണുകയാണെങ്കിൽ ഇപ്പം അന്ന് ഞാനൊരു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, സോഫേൻ്റെ മേലെ കൂടെയാണ് നടക്കുക. സോഫയിൽ നോർമലി നമ്മളൊക്കെ സോഫയിൽ ഇരിക്കുന്ന പോലെ അവൻ ഇരിക്കുകയാണെങ്കിൽ എത്രയും നന്നായിരുന്നു. ഇത് ഒന്നില്ലെങ്കിൽ ജനലിൽ അള്ളിപ്പിടിച്ച് കയറും, അല്ലെങ്കിൽ സോഫേൻ്റെ മേലെ കൂടെ നടക്കും, അതും പിടിക്കാതെ നടക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിയല്ലേ. അപ്പോൾ പിന്നെ ടി വിൻ്റെ ഓപ്ഷനും കട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ടി വി കാണാറ് എൻ്റെ ആലിയാണ് കേട്ടോ. ആലിയ കുറച്ച് നേരം ടി വി കാണും, അതും വൈകുന്നേരങ്ങളിൽ ഒരു 8 to 9 എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് നേരം കാണുള്ളൂ. അവളെ എഴുതാനുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ കുറച്ച് നേരം കാണും. 9:30, 10 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വേഗം ഉറങ്ങും. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഇതുപോലെ പറഞ്ഞ പോലെ എണീക്കാൻ നേരം വൈകിക്കഴിഞ്ഞാൽ അത് അവർക്കാണ് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഒരു വിധത്തിൽ നമ്മൾ രാവിലത്തെ BF കഴിപ്പിച്ചു. ഫൈനലി ടാസ്ക് 1 കംപ്ലീറ്റഡ്. ഇനിയിപ്പോൾ ഈ പ്ലേറ്റ് കഴിച്ച് നേരത്തെ എറിയാൻ വേണ്ടിയിട്ടാണ് അവന്. അതാണ് അവൻ്റെ പ്രശ്നം. കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ്. അപ്പോൾ രാവിലത്തെ റൂട്ടീൻ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്ക് പിന്നെ കാണാം. ബായ് പോലെ ബായ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ബായ് പോലെ ബായ് പോലെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബായ്, ടാറ്റാ. ആദ്യമേ പ്ലേറ്റ് കൊടുക്കാത്തതിൻ്റെ വാശിയാണ് കേട്ടോ. ടാറ്റാ, ബൈ. വാശി പിടിച്ചിട്ടുള്ള ഫേസ് കണ്ടു ഫ്രണ്ട്സ്. കുഞ്ഞിപ്പാത്തു അല്ല, കണ്ട് വിളിച്ചോ 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 വിളിച്ചു. അതാ വിളിച്ച, അരി വിളിച്ചിട്ടാ. വിളിച്ചോ വിളിച്ചോ. കണ്ടേ, കണ്ട് 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 കുഞ്ഞി കുഞ്ഞി കണ്ണന് കുഞ്ഞി കണ്ണന്
എൻ്റെ കുഞ്ചിക്കണ്ണ് ഞാനിത് കുഞ്ചിക്കണ്ണ് കുമ്പാണ് ബായ് പോലെ പപ്പ. ഓ അല്ല ഓ സർക്കസ് കളിക്കേണ്ട ആവശ്യമുണ്ടോ? ബായ് പോലെ ബായ് ഷിവു പോലെ ബായ്. ബായ് ഇല്ലേ? എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൻ്റെ കാലുമേ ചേർമെങ്ങാണ്ട് ഒരു ഇത് വീണിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിക്കണം അവൻ. ബായ് പോലെ ബായ് പോലത്തെ നേരത്തെ. അപ്പൊ ശരി ഫ്രണ്ട്സ്, ബൈ.